വിഘ്നേശ്വരായ നമഃ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാനമായ ഒരു നക്ഷത്രത്തിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ആ നക്ഷത്രത്തിന്റെ വൃശ്ചികം മുതൽ കർക്കടകം വരെയുള്ള കാര്യങ്ങളാണ്, മാറ്റങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിജയങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ആ നക്ഷത്രം ഒരു പ്രധാന നക്ഷത്രമാണ്. നക്ഷത്ര ജ്യോതിഷപരമായി പറയുകയാണെങ്കിൽ ചില സമയങ്ങളിൽ അത്യപൂർവമായ ഉയർച്ചയും അതുപോലെ തന്നെ ജീവിതത്തിലെ നേട്ടങ്ങളുടെ വലിയൊരു പങ്കുമൊക്കെ വരുന്ന ഒരു നക്ഷത്രമാണ്. എല്ലാരേക്കാളും ഉയർച്ചയിടുന്ന ഒരു നക്ഷത്രം കൂടിയാണ്. അപ്പോൾ ആ നക്ഷത്രത്തിന്റെ കാര്യങ്ങളാണ്, അതിന്റെ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ലൊരു അവസരങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രമാണ്. അതുപോലെ തന്നെ ഈ വൃശ്ചികം തൊട്ടാണ് ആ നക്ഷത്രത്തിന്റെ സമയം. അവസാനം ധനുവിലേക്ക് കയറുമ്പോൾ നക്ഷത്രത്തിന്റെ ഒരു വ്യത്യാസങ്ങൾ, അതല്ലെങ്കിൽ അവരുടെ ഉയർച്ചയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ കഴിയും. അതുപോലെ ആ നക്ഷത്രത്തിന് ഏറ്റവും നല്ല സമയങ്ങളാണ് ഇത് വരുവാൻ പോകുന്നത്. കർക്കടകൻ വരെ നമുക്ക് ആ കർക്കടക മാസം വരെയുള്ള നക്ഷത്രത്തിന്റെ കാര്യങ്ങൾ നോക്കാം. ആ നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്ര ജ്യോതിഷത്തിലെ ഏറ്റവും അവസാനത്തെ നക്ഷത്രമായ രേവതി നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ വൃശ്ചികം പകുതി കഴിഞ്ഞു ധനുവിലേക്ക് കടക്കുമ്പോൾ നക്ഷത്രത്തിന് നല്ല കാര്യങ്ങളൊക്കെ നടക്കും. വാഹനം മാറ്റി വാങ്ങാം, അതുപോലെ തന്നെ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകും. വിവിധ വിജ്ഞാന ശാഖകളെ പരിചയപ്പെടുവാൻ അവസരമുണ്ടാകും. സ്വയം വിലയിരുത്തുന്നതിനും ആത്മനിയന്ത്രണത്തിനും കഴിയും. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള മേഖലയിൽ ഉപരിപഠനത്തിൽ ചേരുവാൻ സാധിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ധനുവിലേക്ക് കടക്കുമ്പോൾ നല്ല ഗവേഷകരാണോ എങ്കിൽ അവർക്ക് പ്രശസ്തിയും അംഗീകാരവും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഗൾഫിൽ ജോലി നോക്കുന്നവർക്ക് വീണ്ടും അത് ഉയർന്നൊരു ജോലിയിലേക്ക് പോകുവാൻ കഴിയും. വിവാഹം നടക്കാതിരുന്ന സ്ത്രീയും പുരുഷനുമാണെങ്കിൽ അതിന് പറ്റിയ സമയമാണ്. ധനുമാസം തുടക്കത്തിൽ തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ജാതകപ്രകാരം രാശിപ്രകാരം നടക്കും. പ്രതീക്ഷിച്ചതിലുപരി ഫലപ്രദമാകും. വ്യാപാര വ്യവസായ വിപണന മേഖലകളിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയുള്ള സമീപനം മൂലം ദമ്പതികളുള്ള അകൽച്ചയൊക്കെ മാറ്റി ഒരുമിച്ച് താമസിക്കാൻ കഴിയുന്ന സമയമാണ് ഈ ധനുമാസത്തിൽ രേവതി നക്ഷത്രത്തിന്. അതുപോലെ തന്നെ മകരം ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തന ശൈലിക്ക് അനുമോദനങ്ങൾ വന്നു ചേരും. ക്രിയാത്മകമായ നടപടിക്രമങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വൻ വിജയത്തിന് വഴിയൊരുക്കും. അതുപോലെ തന്നെ വീട് വെക്കുക. ഈ 2004 ധനു മുതൽ അങ്ങോട്ട് നല്ല സമയമാണ് കർക്കടകം വരെ. അപ്പോൾ വീട് വെക്കാൻ മാത്രമല്ല, വാഹനങ്ങൾ വാങ്ങുക, അതുപോലെ തന്നെ ജോലിക്ക് അപേക്ഷിച്ചിരുന്നവർക്ക് ജോലി ലഭിക്കുക, വൻ വിജയത്തിനുള്ള വഴിയൊരുക്കമാണ്. പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുവാനും സാധ്യതയുണ്ട്. കുടുംബത്തിലുണ്ടായിരുന്ന വസ്തുതർക്കം അല്ലെങ്കിൽ മറ്റുള്ള സാമ്പത്തിക തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ നേതൃത്വം നൽകുകയും ചെയ്യും. രേവതി നക്ഷത്രക്കാർ 2024 ഇനി അങ്ങോട്ട് ഉള്ള സമയം അവർക്ക് ഏറ്റവും നല്ല സമയമാണ്. കുംഭം വന്നു ചേരുമ്പോൾ അവർക്ക് അംഗീകാരം അല്ലെങ്കിൽ പ്രശംസ പത്രങ്ങൾ ലഭിക്കുന്ന മാത്രം ഗൃഹനിർമ്മാണം പൂർത്തിയാക്കി താമസിച്ച് പാല് കച്ചി കയറുവാൻ തുടങ്ങുന്ന സമയമാണ്. അവിചാരിതമായി ഉദ്യോഗം ചിലർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും സുരക്ഷിതമായ മറ്റൊന്ന് ലഭിക്കുമെന്നുള്ളത് കൃത്യമായി രാശിയിൽ കാണിക്കുന്നുമുണ്ട്. രേവതി നക്ഷത്രക്കാർക്ക് മക്കളുടെ സംരക്ഷണം മനസമാധാനത്തിന് വഴിയൊരുക്കും. കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം ഉദ്യോഗ മാറ്റവും ലഭിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ വിദേശ വാസയോഗം എന്ന് പറയുമ്പോൾ പലർക്കും വിദേശത്ത് കുടുംബസമേതം താമസിക്കാനുള്ള യോഗവും അതുപോലെ ഉന്നത നിലവാരമുള്ള ജോലി, ഉപരിപഠനത്തിനായി വിദ്യാർത്ഥികൾ പോകാൻ പറ്റുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. മീനത്തിലേക്ക് വരുമ്പോൾ നിരാലംബരായവർക്ക് അഭയം നൽകുന്ന ആത്മാഭിമാനം കൊള്ളുന്ന ഒരു ആളായി നിങ്ങൾ മാറും. സ്ത്രീ ആയാലും പുരുഷനായാലും സങ്കീർണമായ കാര്യങ്ങൾ ലളിതമായി ചെയ്തു തീർക്കുന്ന അഭിമാനം തോന്നും. സ്ത്രീകൾക്കാണെങ്കിൽ വീട്ടിൽ എല്ലാ കാര്യങ്ങളും നേതൃത്വം നൽകാൻ കഴിയുന്നവരായിരിക്കും. അതിലുപരി സ്വർണവും മറ്റും ലഭിക്കുന്ന ഒരു നല്ല സമയം വരും. അതുപോലെ ആത്മവിശ്വാസവും ഉണ്ടാകും. പുതിയ ഭരണ സംവിധാനം പ്രവർത്തനക്ഷമതയ്ക്ക് വീട്ടിൽ വഴിയൊരുക്കും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കുടുംബത്തിലെ നാഥയായി നിന്ന് എല്ലാ കാര്യങ്ങളും സാധിക്കുന്ന ഒരു സമയമാണ്. സതുദ്ദേശത്തോട് ഉള്ള സമീപനം മൂലം എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും, എല്ലാവർക്കും ഇഷ്ടവും ഉണ്ടാവുകയും ചെയ്യും. മേടത്തിലേക്ക് വരുമ്പോൾ വിമർശനങ്ങളെ വിലയിരുത്തി സ്വയം ആലോചിച്ച് പെരുമാറ്റ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നവരാവും. പുരുഷനായാലും സ്ത്രീ ആയാലും കുടുംബത്തിനും സമൂഹത്തിനും മാതൃകയാവുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഇടപെടും. അപ്രതീക്ഷിതമായ ധനയോഗം, ലോട്ടറി ഭാഗ്യം പോലെ തന്നെ കുടുംബ സ്വത്തുക്കൾ ലഭിക്കാം. ദുശീലങ്ങളൊക്കെ ഉള്ളവർ കുറച്ച് ഒഴിവാക്കണം. നല്ല ശീലങ്ങൾ വർദ്ധിപ്പിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഇടവത്തിലേക്ക് വരുമ്പോൾ ജന്മനാട്ടിലെ ആരാധനാലയത്തിലെ ഉത്സവഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുവാൻ നല്ല അവസരമാണ്. അത് പരമാവധി ഉപയോഗപ്പെടുത്തണം. ദേവീക്ഷേത്രമായാലും ശിവക്ഷേത്രമായാലും അതിന്റെ ഗുണം ലഭിക്കും. മാതാവിന് കുറച്ച് അസുഖങ്ങളൊക്കെ വരും, അതുവഴി മാറി താമസിക്കേണ്ടി വരും ആശുപത്രിയുടെ സമീപത്തേക്ക്. സാമ്പത്തികമായ നല്ല മെച്ചമുണ്ടാകുന്ന സമയമാണ്. ബന്ധുക്കൾ കുറച്ച് വിരോധികളായി തീരുമെങ്കിലും ഒട്ടും പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചിരകാല അഭിലാഷമായ വിദേശയാത്ര, വസ്തു വാങ്ങല്, വീടിന് അടിസ്ഥാനമിടിയിൽ, വാഹനങ്ങൾ വാങ്ങൽ, ദൂരയാത്രകൾ അല്ലെങ്കിൽ ഉല്ലാസയാത്രകൾ കുടുംബമായി പോകുന്നതൊക്കെ സാധിക്കുന്ന സമയമാണ്. നല്ല അനുഭവങ്ങളൊക്കെ കണ്ടു തുടങ്ങും. അതുപോലെ മിഥുനമാസത്തിൽ
മക്കളുടെ പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്കായി അവധിയെടുത്ത് യാത്രകൾ വേണ്ടിവരും. അതുപോലെ എല്ലാ നിലപാടുകളും നല്ല രീതിയിൽ നടത്തുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ വിവരസാങ്കേതിക വിദ്യയിലേക്ക് പുതിയ കണ്ടെത്തലുകൾക്കും ഒക്കെ അനുമോദനങ്ങൾ ആ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സാമ്പത്തിക നേട്ടങ്ങൾ, ചെറിയ കച്ചവടമായാലും കൃഷിയായാലും മറ്റുള്ള ബിസിനസ്സുകളായാലും നേട്ടമുണ്ടാകും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കർക്കിടകത്തിൽ സങ്കീർണമായ കാര്യങ്ങൾ ലളിതമായി ചെയ്തു തീർക്കാനുള്ള അവസരം വന്നേറും. ആത്മാഭിമാനമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ കർക്കിടകം വരെ രേവതി നക്ഷത്രക്കാർക്ക് സംഭവിക്കുന്നത്. 2024 സുനിശ്ചിതമായ അനുഭവ ഗുണങ്ങൾ ഉണ്ടാവും. അതുപോലെ അടുത്ത ഒരു ജ്യോതിഷ പങ്ക്തിയുമായി വീണ്ടും എത്തുന്നവരെ എല്ലാവർക്കും നല്ല നമസ്കാരം. ഇതുവരെയും നിങ്ങൾ ഈ ജ്യോതിഷ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.